ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഒരു ബേസിക് രസം റെസിപ്പിയാണ്. ഇതൊരു തമിഴ് സ്റ്റൈലിലാണ് ഞാൻ ചെയ്യാൻ പോണത്. മിക്ക തമിഴ് വീടുകളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദിവസവും അവർ രസം ഉണ്ടാവും അവരുടെ ലഞ്ചിനൊപ്പം. അപ്പോൾ ഈ റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കിയിട്ട് വരാം. അതിനു വേണ്ടി നമുക്കിപ്പോൾ ആദ്യം ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. ഞാൻ ചേർക്കാൻ പോണത് 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഓപ്ഷണലായിട്ട് ഞാൻ ചേർത്തേക്കുന്നത് മല്ലിയിലയുടെ തണ്ടാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ രസത്തിന് നല്ലൊരു മണം കിട്ടും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് രസം കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിവിടെ 2 പച്ചമുളക് ചേർക്കണത്. നിങ്ങൾക്ക് അത്രയ്ക്ക് എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് ചേർത്താൽ മതി. അടുത്തത് നമുക്കൊരു തക്കാളി കത്തി കൊണ്ട് വരഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി ചെറുതായി അരിഞ്ഞും ചേർക്കാവുന്നതാണ്. ഒരു നെല്ലിക്ക സൈസിൽ പുളി എടുത്ത് നമുക്ക് അതിലേക്കും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളിയും പുളിയൊക്കെ പെട്ടെന്ന് കുതിർന്ന് കിട്ടാനാണ് ഇത് ചെയ്യണത്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. കടുക് നല്ലോണം പൊരിഞ്ഞതിന് ശേഷം ഒരു ഉണക്കമുളക് നമുക്ക് കീറി ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന മസാലയാണ് ഞാൻ ചേർക്കുന്നത്. മസാല ചേർക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നമുക്ക് മസാല ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ മസാല ചേർത്തൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ മൂപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അടുത്തത് ഞാൻ ചേർക്കാൻ പോണത് തക്കാളിയാണ്. ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് അതിൻ്റെ തൊലി മുഴുവൻ കളഞ്ഞ് നല്ലോണം ക്രഷ് ചെയ്തിട്ടാണ് ഞാനിവിടെ ചേർക്കണത്. തക്കാളി ചേർത്ത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് 1 കപ്പ് പുളിവെള്ളമാണ്. അതിനോടൊപ്പം 1 കപ്പ് വെള്ളവും ചേർക്കാം. അടുത്തത് ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. രസത്തിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ്സ് വരയ്ക്കും ചൂടാക്കാം. രസം തിളയ്ക്കാൻ പാടില്ല, നല്ലോണം ചൂടാവാനേ പാടുള്ളൂ. രസം ഓവറായിട്ട് തിളച്ചു കഴിഞ്ഞാൽ പുളിയുടെ ടേസ്റ്റ് മാത്രമേ മുമ്പിൽ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ജീരകത്തിൻ്റെയോ കുരുമുളകിൻ്റെയോ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ നല്ലോണം ഒന്ന് ചൂടായി തിള വരണേന് മുമ്പേ നമുക്ക് രസം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 15 മിനിറ്റായി മീഡിയം ഫ്ലെയിമിൽ രസം ചൂടാവണു. ഈ സമയത്ത് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് നല്ലോണം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രസം ഒരു 15-20 മിനിറ്റ്സ് ആയിട്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് കളർ ഒരു പദമാതിരി നമുക്ക് വരും. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ രസം റെഡിയായെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ രസം റെഡിയായി. ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു തമിഴ് സ്റ്റൈലിലാണ് ഞാൻ ചെയ്തേക്കണേ. ഈ റെസിപ്പി എൻ്റെ സിസ്റ്റർ ലോ ആണ് തന്നത് എനിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ചൂട് ചോറിനൊപ്പം നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ്. ഞാൻ രസമൊക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ തലേദിവസം രാത്രിയും ഉണ്ടാക്കി വെക്കാവുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ പുളിയും അതിൻ്റെ സ്പൈസസ് ഒക്കെ നല്ലോണം അതിലേക്ക് ഇറങ്ങി അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.